സേജ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ നെയിം വന്നിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾ എന്നതിനെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ എന്താണ് ഒരു മനുഷ്യാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിതിനെ സാമ്പ്രദായിക അവകാശങ്ങൾ എന്നുകൂടെ പറയാറുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ, പിന്നെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, രാഷ്ട്രീയ അവകാശങ്ങളെയും കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സിൽ. അപ്പോൾ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ അധികാരം കുറയ്ക്കുന്ന തരത്തിലുള്ളതുമായിരിക്കും. അപ്പം ലളിതമായിട്ട് സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്നാൽ വ്യക്തിയുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കാനും പറ്റുന്നൊരു അവകാശങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇത് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കാം. എന്താണ് സാമ്പ്രദായിക മനുഷ്യാവകാശങ്ങൾ എന്നാൽ വ്യക്തിയുടെ അവകാശങ്ങളെ കാക്കാൻ സർക്കാരിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന അവകാശങ്ങൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ളത് ഫണ്ടമെൻ്റൽ ആൻഡ് ബേസിക് റൈറ്റ്സ് ആണ്. അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ അടിസ്ഥാന അവകാശങ്ങളാണുള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്കുള്ള ഒരു കോമൺ ഡിഫറൻസ് അറിഞ്ഞിരിക്കേണ്ടത്. ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ഹ്യൂമൻ റൈറ്റ്സും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനുഷ്യ അവകാശത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഡ്യൂട്ടീസോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അനുസരണയോടുകൂടെയാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കുറച്ചും കൂടെ ഇമ്പാക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഗ്ലോബലി ആയിരിക്കും കേട്ടോ. ഒരു രാജ്യത്ത് മാത്രമല്ല ഹ്യൂമൻ റൈറ്റ്സ് ഉള്ളത്. മനുഷ്യാവകാശം ഈ ഒരു വേൾഡിൽ മൊത്തത്തിലുള്ള ഓരോ ഇൻഡിവിജ്വലിനും കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് വരുന്നത്. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കുന്നതാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ സിറ്റിസണിന് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന റൈറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ അതാണ് കേട്ടോ കീ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും. ഇത് ഈക്വൽ ആണ്, പക്ഷേ ക്ലോസ്ലി കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. ദേ ആർ നോട്ട് ഈക്വൽ ആണ്. ഒന്ന് നോക്കണം, ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ആണ് വരുന്നത്. എന്നാലും പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ക്ലോസ്ലി കണക്റ്റഡ് ആണ് അല്ലേ. മനുഷ്യാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി സമൂഹ അവകാശങ്ങളും വ്യക്തി അവകാശങ്ങളും, കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അപ്പോൾ ഇതെന്താണ് ഈ ഒരു സമൂഹ അവകാശങ്ങളും വ്യക്തി അവകാശങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഈ ഒരു മനുഷ്യ അവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിക്ഷിപ്തമായിട്ടുള്ള, അതിനെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയും. ഇത് വ്യക്തികളുടെ പല കാര്യങ്ങളും അതിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സ് നേടിയെടുക്കുന്നത്. അല്ലാതെ ചില അവകാശങ്ങൾ സമൂഹമായിട്ട് കളക്റ്റീവായിട്ട് ഗ്രൂപ്പുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റിയ അവകാശങ്ങളുമുണ്ട്. ഇത് ഈ ഒരു ഗ്രൂപ്പുകളിൽ അടങ്ങിയിരിക്കുന്നത് ആരാണ്? മനുഷ്യന്മാർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള അവരുടെയും അവകാശങ്ങൾ പരിപാലിക്കാൻ വേണ്ടിയിട്ട് സെർട്ടൻ റൈറ്റ്സ് അത് വേറെയുണ്ട്. അപ്പോൾ ഇതാണ് കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി നമ്മുടെ അവകാശങ്ങളെ ഉണ്ടല്ലോ 3 തരത്തിൽ നമ്മൾ ജനറലൈസ് ചെയ്യുന്നുണ്ട്, ഓരോ ജനറേഷൻസ് ആക്കിയിട്ട് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത് പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളുമാണ്. പൗരാവകാശങ്ങൾ വരുന്നത് സിവിൽ റൈറ്റ്സ് ആണ് കേട്ടോ, അതിനെ സിവിൽ റൈറ്റ്സ് എന്ന് നമ്മൾ പറയും. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അത് രാഷ്ട്രീയ അവകാശമാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് പൗരാവകാശങ്ങളിൽ വരുന്നതാണ് നമ്മളിപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവകാശമെല്ലാം നമ്മുടെ ഒരു സിവിൽ റൈറ്റ്സ് ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പം ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം, നമുക്ക് എന്തും പറയാനുള്ളത്, ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ നൽകുന്നത് പൊളിറ്റിക്കൽ റൈറ്റ്സിലൂടെയാണ്. ഇതിനെ ഫസ്റ്റ് ജനറേഷൻ റൈറ്റ്സ് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇനി രണ്ടാമത് വരുന്നത് രണ്ടാം തലമുറ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സ് ആണ്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, അതായത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആണ് സെക്കൻഡ് ജനറേഷൻ റൈറ്റ്സിൽ ഉൾപ്പെടുന്നത്. ഇതിന് ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ അവകാശം, ആരോഗ്യ അവകാശം, ജോലി ചെയ്യാനുള്ള അവകാശം ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്.
ഇനി മൂന്നാമത്തെ തേർഡ് ജനറേഷൻ റൈറ്റ്സിൽ വരുന്നത് ഐക്യാവകാശങ്ങളാണ്, സോളിഡാരിറ്റി റൈറ്റ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഉദാഹരണം എന്തൊക്കെയാണ്? വികസനാവകാശം, ശുദ്ധമായ പരിസ്ഥിതി ലഭിക്കാനുള്ള അവകാശം, സമാധാനത്തിൽ ജീവിക്കാനുള്ള അവകാശം ഒക്കെ ഈ ഒരു സോളിഡാരിറ്റി റൈറ്റ്സിലാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ ജനറേഷൻ ഓഫ് റൈറ്റ്സ് വരുന്നത് കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് റൈറ്റ്സ്. അപ്പോൾ ഓരോന്നിലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ചാപ്റ്ററിന് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മേജർ ലാൻഡ്മാർക്സ് ആണ്. മനുഷ്യാവകാശങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന മേജർ അല്ലെങ്കിൽ നാഴികക്കല്ലുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലെ ആ ഒരു വികസനത്തിലെ പ്രധാന ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് വരുന്നത് 1215 മാഗ്ന കാർട്ടയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മാഗ്ന കാർട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ അധികാരം നിയന്ത്രിച്ചും പൗരന്മാർക്ക് ചില അവകാശങ്ങൾ ഉറപ്പാക്കിയിട്ടുമുള്ള രേഖയാണ് മാഗ്ന കാർട്ട കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു മേജർ ലാൻഡ്മാർക്ക് വരുന്നത് 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു ഡിക്ലറേഷൻ വഴി സമൂഹത്തിന് മുന്നോട്ട് നൽകുന്ന ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന തോതിലാണ് ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നിലവിൽ വന്നിട്ടുള്ളത്. പിന്നീട് വരുന്നത് 1787 അമേരിക്കൻ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പം എന്താണ്? ഇത്തരത്തിൽ 1787 അമേരിക്ക അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ ജനാധിപത്യവും അവകാശങ്ങളും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയിലെ ജനാധിപത്യ ഭരണമാണ്, അതിനനുസരിച്ച് അവരുടെ സിവിൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് 1787. ഇനി നാലാമത് വരുന്നത് 1789 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്, ഫ്രഞ്ച് ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ. അപ്പോൾ ഇതെന്താണ്? അവർ ആ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, സഹോദരഭാവം എന്ന ആശയം ലോകമെമ്പാടും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നാലാമത്തേത് വരുന്നത്. ഇനി അഞ്ചാമത് വരുന്നത് 1946 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ, UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യാൻ രൂപീകരിച്ചതാണ്. ഇത് 1946 കേട്ടോ. ഇനി 1948 സാർവലൗകിക മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് എല്ലാ മനുഷ്യർക്കും ജന്മനാ ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങളെ ലോകം അംഗീകരിച്ചു. ഇനി ഏഴാമത്തെ ഒരു മേജർ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ജനീവ കരാറാണ്. അത് 1949 കേട്ടോ. ഈ ഒരു കരാറിലൂടെ യുദ്ധകാലത്ത് തടവുകാരെയും സാധാരണ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള അന്താരാഷ്ട്ര നിയമങ്ങളാണ് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, അത് 1949 ജനീവ കരാറിലൂടെയാണ് കേട്ടോ. ഇനി വരുന്നത് 1950 യൂറോപ്യൻ മനുഷ്യാവകാശ കരാറാണ്. ഇതെന്താണ്? ഈ ഒരു കരാറിലൂടെ യൂറോപ്പിലെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു യൂറോപ്യൻ മനുഷ്യാവകാശ കരാർ എന്ന് പറയുന്നത്. ഇനി 1961 യൂറോപ്യൻ സാമൂഹിക കരാറാണ്. തൊഴിൽ, സാമൂഹിക സുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇനി 10ാമത് നോക്കാം. 1966 അന്താരാഷ്ട്ര ഉടമ്പടികളാണ്. ഇതിൽ ICSC വരുന്നുണ്ട്, ICCPR ഉണ്ട്, ഓപ്ഷണൽ പ്രോട്ടോകോൾ ആൻഡ് UN CAT എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പം ഇത് ഓരോന്ന് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ICSC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭക്ഷണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇത് ICSC എന്ന് പറയുന്നത്. ഇനി ICCPR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് ഇത് വരുന്നത്. വോട്ട് ചെയ്യാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ജീവിക്കാനുള്ള അവകാശം ഇതിലാണ് വരുന്നത്. അതിൻ്റെ ഓപ്ഷണൽ പ്രോട്ടോകോൾ ആൻഡ് UN CAT, പീഡനം, ക്രൂരമായ ശിക്ഷകൾ എന്നിവയുടെ എതിരെയുള്ളത് വരുന്നത് ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇത് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾപ്പെട്ടതാണ്, 1966 ഇനി 1993 വിയന്ന ഡിക്ലറേഷനാണ്. മനുഷ്യാവകാശങ്ങൾ സാർവത്രികം, അവിഭാജ്യം, പരസ്പര ബന്ധിതമാണെന്ന് ഈ ഒരു ലോക സമ്മേളനം അംഗീകരിച്ചു. ഇതാണ് വിയന്ന ഡിക്ലറേഷന് 1993. അപ്പോൾ ഈ ഒരു 11ഓളം മേജർ ലാൻഡ്മാർക്സ് ആണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് അവകാശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായാലും നിർബന്ധമായിട്ട് നോക്കി വെക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും വന്നേക്കാം.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾ മനുഷ്യാവകാശം എന്നാന്ന് പറഞ്ഞു, ഇനി അതിൽ തന്നെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടും നേരത്തെ കണ്ടിട്ടുണ്ടോ അല്ലേ, മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട്. അപ്പം ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശത്തെ നമ്മൾ എന്ത് പറയും, മൗലിക അവകാശങ്ങളെന്ന് പേരിട്ട് വിളിക്കും അല്ലേ. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം അംഗീകരിച്ച് ഭാഗം 3 ചില അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. ഇവയാണ് അവകാശങ്ങൾ. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ആ ഒരു സെഷനിലാണ് നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. 6 അവകാശങ്ങളാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ 5 പോയിന്റ്സ് ആണ്. ഇതിൽ മതസ്വാതന്ത്ര്യ അവകാശവും ബാക്കി ആ ഒരു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പം ടോട്ടൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് വരുന്നത് സമത്വാവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. 2 വരുന്നത് സ്വാതന്ത്ര്യ അവകാശം, റൈറ്റ് ടു ഫ്രീഡം. 3 വരുന്നത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 4, 5 വരുന്നത് മതസ്വാതന്ത്ര്യ അവകാശവും, അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. പിന്നെ വരുന്നത് സാംസ്കാരികം, വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് 1 ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അഥവാ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരാവകാശം വരുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് 6ഓളം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഇത് ആർട്ടിക്കിൾ 32 പ്രകാരം ഈ ഒരു അടിസ്ഥാന അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതാണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ, അതായത് ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ നമ്മുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നമുക്കുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് പറയുന്നത്? അതായത് ഇത് വ്യക്തിയുടെ മനുഷ്യാവകാശങ്ങളെ സംസ്ഥാനത്തിൻ്റെയും മറ്റുള്ളവരുടെയും ഇടപെടലിൽ നിന്ന് സംരക്ഷിക്കാനുള്ളൊരു ശക്തമായിട്ടുള്ള ആയുധമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് നോക്കുന്നതാണെങ്കിൽ ഉള്ള ഇമ്പോർട്ടൻസ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ ഒരു മനുഷ്യാവകാശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിന് ഉള്ള ഒരു കമ്മീഷൻ ഉണ്ട്. നമുക്ക് ഏതൊരു കാര്യത്തിനാണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യാനൊരു കമ്മീഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനും എല്ലാവർക്കും അറിയാവുന്നതാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഹ്യൂമൻ റൈറ്റ്സിനും ഉണ്ട്. ഈ ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1983 അതിലെ ആ ഒരു 1993 ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ഇനി ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അതിൻ്റെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നതെന്ന് നോക്കാം. സെക്ഷൻ 21D പ്രകാരം ഇങ്ങനെയാണ് കേട്ടോ ഡെഫിനിഷൻ വരുന്നത്. ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, മാന്യത ഇവ ഭരണഘടന ഉറപ്പു നൽകുന്നതോ അന്താരാഷ്ട്ര കരാറുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതോ ഇന്ത്യയിലെ കോടതികൾ നടപ്പാക്കുന്നതോ ആയിരിക്കുന്നു. എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും മാന്യതയ്ക്കും വേണ്ടിയിട്ട് ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ അത് എവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്? അന്താരാഷ്ട്ര കരാറുകളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോടതിയിലോ നടപ്പാക്കുന്നതോ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് കമ്മീഷൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. സെക്ഷൻ 12 പ്രകാരം ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് വലിയ രീതിയിലുള്ള അധികാരങ്ങളുണ്ട്. അതാണ് താഴെ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കാൻ, ഏതെങ്കിലും തരത്തിൽ നമ്മുടെ റൈറ്റ്സിനെ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷനായിരിക്കും. രണ്ടാമത് വരുന്നത് മനുഷ്യാവകാശ ലംഘനം തടയുന്നതിലുണ്ടായ അലക്ഷ്യം പരിശോധിക്കാൻ. അതായത് എന്തെങ്കിലും തരത്തിൽ നമ്മളിത് തടയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കോംപ്രമൈസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും ഇവർ പരിശോധിക്കുന്നതായിരിക്കും. ഇനി മനുഷ്യാവകാശങ്ങളുടെ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു പോയിന്റ് വരുന്നത് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി ആവശ്യമുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുക. അപ്പോൾ ഈ 4 പോയിന്റ്സുമാണ് കമ്മീഷൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ.
വേറെ ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സ്വയം സേവന സംഘടനകളുടെ, അതായത് NGOസിൻ്റെ റോള് അല്ലെങ്കിൽ പങ്ക് എന്താണെന്നാണ്. അപ്പം ഈ ഒരു NGOസിൻ്റെ പങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശങ്ങളുടെ ആശയം വന്നതോടെ ഒരു രാജ്യത്തിൻ്റെ സാർവാധികാരം, അതായത് സ്റ്റേറ്റ് സോവറിറ്റി എന്ന ധാരണയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്വയം സേവന സംഘടനകളുടെ പങ്കിൽ ഫസ്റ്റ് വരുന്നത്. എന്താണ്? ഈ ഒരു മനുഷ്യാവകാശങ്ങളുടെ ആശയം വന്നതോടെ ഒരു രാജ്യത്തിൻ്റെ സർവാധികാരത്തിൽ, സ്റ്റേറ്റ് സോവറിറ്റിയിൽ, ആ ഒരു ധാരണയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് കാലത്തുണ്ടല്ലോ, അവർ ഒരു രാജ്യം പറയുമായിരുന്നു. എങ്ങനെയാണ് പറയുന്നത്? നമ്മളിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യക്കാരിപ്പം പറയാമെന്ന് വിചാരിക്കുക, ഞങ്ങൾ നമ്മുടെ പൗരന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ഞങ്ങളുടെ ഈ ഒരു രാജ്യത്തിൻ്റെ മാത്രം ആഭ്യന്തര കാര്യമാണ്, അതിന് വേറൊരു രാജ്യം ഇടപെടാൻ പറ്റത്തില്ല എന്ന് പണ്ടത്തെ കാലത്തൊക്കെ പറയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അത് സാധ്യമല്ല. ഇവിടെ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ വന്നതിനെ കൊണ്ട് തന്നെ ഇതെല്ലാം ലോകം മുഴുവൻ ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അത്തരത്തിൽ ഇങ്ങനെ മാറുമ്പോഴേക്കും ഇവിടെ എന്താണ് മനുഷ്യാവകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മുൻപ് അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം, നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ആഫ്റ്റർ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് ആയതിനു ശേഷം എന്താണ്, നമ്മുടെ ഒരു രാജ്യത്ത് മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ലംഘനം ആ രാജ്യത്തിൻ്റെ മാത്രം കാര്യമായിട്ടല്ല നമ്മൾ പരിഗണിക്കുന്നത്. ഇത് ആ ഒരു ലോക സമൂഹം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇതാണ് ഈ ഒരു വലിയൊരു NGOസിൻ്റെ പങ്കായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു സ്ലൈഡിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അവസാന ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിലെ. ഇത് മനുഷ്യാവകാശങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പറയുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണുള്ളത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ? ഒന്ന് വരുന്നത് മനുഷ്യരാകുന്നതിനാലെ ആളുകൾക്ക് അവകാശങ്ങളുണ്ട്. ഇനി രണ്ടാമത് വരുന്നത് മനുഷ്യാവകാശങ്ങൾ സാർവത്രികമാണ്. സാർവത്രികമാണ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആണെന്ന് വെച്ചാൽ എന്താണ്? ലോകം മുഴുവൻ ഉണ്ടെന്ന് അല്ലേ അത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് വരുന്നത് മനുഷ്യാവകാശങ്ങൾ എല്ലാവരെയും സമാനമായി കാണുന്നു എന്നതാണ്. ഇനി പിന്നീടുള്ള ഒരു പോയിന്റ്, ഈ അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികൾക്കാണ് നൽകുന്നത് എന്നാണ്. പിന്നീടുള്ള പോയിന്റ് വരുന്നത് മനുഷ്യാവകാശങ്ങൾ മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇത്തരത്തിൽ സവിശേഷതകൾ 5 പോയിന്റ്സ് ഉണ്ട്, നിർബന്ധമായിട്ട് ഇത് പഠിച്ചു വെക്കാം. ഇതാണ് ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. താഴെയുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്, അവകാശങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള വളർച്ച, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, 3 ജനറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു 3 ജനറേഷനെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, ജസ്റ്റ് അവിടെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് കണ്ടു. ഇനി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് കേട്ടു. കൂടാതെ എന്താണ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്ന മേജർ ലാൻഡ്മാർക്സ്, ഓൾ ഓവർ ഈ ഒരു വേൾഡിൽ വരുന്ന ലാൻഡ്മാർക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ എന്താണ് NGOൻ്റെ പങ്കിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി അവസാനമായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട്, സവിശേഷതകളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.